എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു അയവുമില്ലാതെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ്. ഒരു ഭാഗത്തു നിന്നും സമാധാന ശ്രമങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ഇതുവരെയായി നടന്നിട്ടില്ല. ഇതിലേറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ടത് യുദ്ധം ഇസ്രായേലും ഇറാനുമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രതിധ്വനിയും യുദ്ധവും നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. അവിടെ ഇറാനും ഇസ്രായേലുമാണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ അവരാണ് ഇപ്പോൾ ഇവിടുത്തെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ മീഡിയകളും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഒരു കൂട്ടർ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റൊരു കൂട്ടർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുമ്പോൾ രണ്ട് വശത്ത് നിന്ന് എന്തോ വാശിയോടെ സമ്മാനങ്ങൾ ബെറ്റൊക്കെ വെച്ച് പെരുമാറുന്ന കണക്കാണിപ്പോൾ സോഷ്യൽ മീഡിയ ഇവിടെ ഓരോ ന്യൂസുകളും പടച്ചുവിടുന്നത്. അവിടെ ജനങ്ങൾ മരിച്ചു വീഴുന്നു, ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടാകുന്നു. സമാധാനത്തിൻ്റെ പാത പിന്തുടരാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ യുദ്ധം തുടരുമ്പോൾ അവിടെ ബോംബ് വീഴുന്നു, കെട്ടിടം നശിക്കുന്നു, ഒക്കെ കോലാഹലങ്ങൾ. അതായത് യുദ്ധ മേഖലയിൽ ഉള്ളതിനേക്കാളും ഉപരിയായ കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുന്നത് കേരളത്തിലെ സോഷ്യൽ മീഡിയകളാണ്. ആ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കൂടുതൽ ഇവിടെ ലൈവായിട്ട് നിൽക്കുന്നത്. ഈവൻ CNN, BBC പോലും ഇത്ര ലൈവല്ല. എത്ര കണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ലൈവായിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് പാകിസ്ഥാൻ ഒരു പക്ഷേ ഇറാന് വേണ്ടി ഇറാൻ്റെ സഹായത്തിനായി പങ്കുചേരുമെന്ന് അറിയുന്നു. ബട്ട് എത്ര കണ്ട് വാസ്തവമാണെന്ന് അറിയില്ല, സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടാണ്. കാരണം പാകിസ്ഥാന് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിൽക്കുന്നത്. അവർക്ക് കുടിവെള്ളവും മറ്റും എല്ലാം ഈ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഇതിനിടയ്ക്ക് ഇറാനെ സഹായിക്കാൻ പോണത് നല്ലതാണ്. കാരണം അവർക്കെന്തോ അണുവായുധങ്ങളുണ്ട്, അത് പ്രയോഗിക്കാൻ പറ്റും എന്നൊക്കെയുള്ളതായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ. എന്നാൽ ഇങ്ങോട്ട് മുമ്പോട്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ ധരിച്ചിരിക്കുക മറ്റുള്ള അറബ് ലോകങ്ങളും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, പാകിസ്ഥാന് വേണ്ട എന്താ പറയുക, അവർക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കും. ബട്ട് എത്ര കണ്ടത് ചെയ്യും, എത്ര രാജ്യങ്ങൾ അങ്ങനെ മുന്നിൽ വരുമെന്ന് നമുക്ക് കണ്ടറിയണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, പാകിസ്ഥാൻ ഉണ്ടായാൽ, പിന്നെ നമ്മൾ കാണേണ്ടത് അമേരിക്കയുടെ നയം. അമേരിക്ക എന്തായിരിക്കും അതിനൊരു തീരുമാനമെടുക്കുക. കാരണം അമേരിക്കയുടെ ഏറ്റവും വളരെ ക്ലോസ് അലയാണ് ഈ പാകിസ്ഥാൻ. ഇങ്ങനെ ഇറാൻ്റെ വശം ചേരുമ്പോൾ ഇറാനും അമേരിക്കയും മറ്റൊരു ചേരിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതിനാകെപ്പാടൊരു കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എങ്കിൽ തന്നെയും നാം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. എങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്താലും ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ ഇന്ത്യക്കല്ല മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും. ഇപ്പോൾ തന്നെ എണ്ണ വിലയ്ക്ക് മാറ്റങ്ങൾ വന്നു, സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ വന്നു, അങ്ങനെ പല മാറ്റങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് നീണ്ടുപോകുന്നത് ആർക്കും ഗുണകരമായ ഒരു കാര്യമില്ല. സമാധാനത്തിന് വേണ്ടിയും എങ്ങനെ യുദ്ധം തീരാൻ വേണ്ടിയുള്ള മാർഗങ്ങളെക്കുറിച്ചും
ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പറയുന്നതിന് പകരം ഇവർ ഇത്ര മിസൈൽ അയച്ചു, ഇറാൻ ഇത്ര മിസൈൽ അയച്ചു, ദെൻ ഇസ്രയേൽ ഇത്ര മിസൈൽ അയച്ചു, അതിനെല്ലാം ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ ന്യൂസ് ഇങ്ങനെ പടച്ചു വിടുകയാണ്. അത് നമുക്ക് ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്താൽ, സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ ഇടയ്ക്ക് ഉണ്ടായ നമ്മുടെ എയർ ഇന്ത്യ ദുരന്തത്തെക്കുറിച്ചൊന്നും വാർത്തകളിപ്പോൾ ഏതാണ്ട് അത് തീർന്നു. ഇതിലേറ്റവും വലിയ തമാശ നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ, അത് അതിലും ഭേദമോ. നിലമ്പൂർ ഇലക്ഷനെ പറ്റി ഒന്നും കേൾക്കാനില്ല. ഇപ്പോഴെല്ലാം നമ്മുടെ മീഡിയക്കാർ ഇറാൻ്റെയും ഇസ്രയേലിൻ്റെയും യുദ്ധ വാർത്തകളുമായിട്ട് ഇവരുടെ ഇത് കണ്ട് ഇവരവിടെ ഫ്രണ്ടിൽ നിന്നാണ് വാർത്തകൾ കിട്ടുന്നത്. ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ നിൽപ്പുണ്ട്, ഫീൽഡിൽ നിന്ന് വാർത്തകൾ എടുത്ത് വിടുന്ന കണക്കാണ് ഓരോ പ്ലാറ്റ്ഫോമും ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല. എല്ലാവരോടും ഒന്ന് പറയാനുള്ളൂ, ഈ യുദ്ധം എത്രയും തീർന്ന് സമാധാന അന്തരീക്ഷത്തിലേക്ക് നീങ്ങാൻ വേണ്ടി നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. വീണ്ടും ഈ യുദ്ധഭീതിയിൽ നിന്നും സമാധാനം ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.